ഇതാ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അടുത്തത്, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിക്കണം, കർത്താവിന്റെ സമാധാനം തരുന്നത്, അല്ലാതെ അവരുടെ ഇവരുടെയും സമാധാനമല്ല. കർത്താവ് അനുഭവിക്കുന്ന സമാധാനം, കർത്താവിന്റെ ഹൃദയത്തിലുള്ള സമാധാനം, ആ സെയിം പീസ്, അതേ സമാധാനം, ഒരു മാറ്റവുമില്ല, അതിലൊരു കുറവുമില്ല, അതിൽ യാതൊരു വിധത്തിലുള്ള കലർപ്പമില്ല. കർത്താവിന്റെ ഹൃദയത്തിലുള്ള, കർത്താവ് അനുഭവിക്കുന്ന അതേ സമാധാനമാണ് തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? എന്നൊരു വായിച്ച്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ഞാൻ കള്ളുകുടി അല്പസമാധാനത്തിന് വേണ്ടിയാ കള്ളുകുടിക്കുന്നത്, അല്പസമാധാനത്തിന് വേണ്ടിയാ ഞാൻ മോശമായ അത് ചെയ്യുമ്പോൾ ആ സമയത്തിലെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച സഹോദരങ്ങളെ, കർത്താവ് പറയാ, ഈ സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ഈ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. പിന്നെന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഇത് ഈ രണ്ട് വചനങ്ങളാണ് ഇന്ന് നിങ്ങൾ പ്രാപിക്കേണ്ടത്. ഏതൊരു പ്രതിസന്ധി ആവട്ടെ, എന്തുമാവട്ടെ, സാമ്പത്തികമായി തകർന്ന ഒരുപാട് മക്കളെ ഇതിനകത്തിരിപ്പുണ്ട്. മക്കളെ ഓർത്ത് കണ്ണീരൊടുക്കുന്ന, മക്കളുടെ ജീവിതം കണ്ട് ഇവരിങ്ങനെ പോയി എന്താകും കർത്താവേ എന്നോർത്ത് ചങ്ക് പൊട്ടി വേദനിക്കുന്ന ചില മാതാപിതാക്കള് ഇതിനകത്തിരിപ്പുണ്ട്. കുടുംബത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കണ്ട് മനസ്സ് മരവിച്ച ചില ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങളും മാറാവ്യാധികളും വിട്ടുമാറാത്ത ചില പരാജയങ്ങളും ദുരന്തങ്ങളുമായി കർത്താവ് എന്തുകൊണ്ട് ഇത് മാറുന്നില്ല, എത്ര നാളുകളായി ഞാൻ ഇത് അനുഭവിക്കുന്നു എന്നോർത്ത് നീരി കഴിയുന്ന ചില ജീവിതങ്ങള് ഈ വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. കർത്താവ് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഒന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, കുടുംബത്തെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട, പറഞ്ഞേ മക്കളെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട, നിന്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട, സാമ്പത്തിക പരാധീനതകളെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട, നിന്റെ കടബാധ്യതകളെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട, ജപ്തി നോട്ടീസുകളെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട, വഴിവിട്ടു പോകുന്ന മക്കളെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട, ആത്മീയ തകർച്ചയോർത്ത് അസ്വസ്ഥമാകേണ്ട. രണ്ട് കർത്താവ് പറയാ. എന്താ പറയുന്നത്? രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, നീ സംഭ്രമിക്കേണ്ട. ഈ പ്രശ്നത്തിൽ, ഈ തകർച്ചയിൽ, ഈ കണ്ണുനീരിൽ, ഈ വേദനകളിൽ, ഈ കഷ്ടതകളിൽ, ഈ നൊമ്പരങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്റെ സമാധാനം ഞാൻ നിനക്ക് തരികയാണ്.